പശ്ചിമേഷ്യയിൽ എല്ലാ രാജ്യാന്തര മര്യാദകളും ലംഘിച്ച് മരണം വിതറുകയാണ് ഇസ്രായേലും യുഎസും. 24 മണിക്കൂറിനുള്ളിൽ യമനിലും ഗാസയിലുമായി നടത്തിയ ബോംബ് വർഷങ്ങളിൽ 150ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. 250ലേറെ പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. ഇരകളിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നവരാണ്. ഗസയിലെ ഇസ്രായേലിലെ 70ഓളം പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. യമനിലെ തലസ്ഥാനമായ സഗായിലുള്ള റാസ് എസ് എണ്ണ തുറമുഖത്തിലാണ് യുഎസ് വ്യോമാക്രമണം നടത്തിയത്. ഇതിൽ 78 പേരും കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനുള്ളിൽ ഗാസയിലെ 40ഓളം കേന്ദ്രങ്ങളിലാണ് സയനിസ്റ്റ് സൈന്യം ബോംബ് വർഷിപ്പിച്ചത്. ഗാസയിലെ പോരാട്ടം ഏറെക്കുറെ നിർത്തിവെച്ച് 2 മാസത്തെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് കഴിഞ്ഞ മാസം ഇസ്രായേൽ സൈന്യം തുടങ്ങിയ ആക്രമണം ഇതുവരെ നിർത്തിയിട്ടില്ല. വടക്ക് തെക്ക് ഭാഗത്തിൽ തുടർച്ചയായ ആക്രമണം നടത്തി വരികയാണ്. കഴിഞ്ഞ മാസം ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതിന് ശേഷം 1600-ലധികം പേരാണ് മരിച്ചത്. 2023 ഒക്ടോബറിന് ശേഷം 51,000 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം വെടിനിർത്തൽ കരാറിനായി ഈജിപ്തും ഖത്തറും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടിസ്ഥാന വിഷയത്തിൽ ഇരുപക്ഷവും കൂടുതൽ അടുത്തു നിൽക്കുന്നതിന്റെ സൂചനകളിലൊന്നാണെന്ന് അറേബ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. യുദ്ധം അവസാനിച്ചിരിക്കുന്നതിനും ഗാസയുടെ പുനർനിർമ്മാണത്തിനും പകരമായി ഇസ്രായേൽ തടവിലാക്കപ്പെട്ട പലസ്തീനുകാരെ ശേഷിക്കുന്ന 59 ബന്ദികളെ കൈമാറാൻ ഹമാസ് തയ്യാറാകണമെന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ഗാസ മേധാവി ഖലീൽ അൽ-ഹദ അറിയിച്ചു. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണമെന്നും ഗാസയുടെ ഭാവി ഭരണത്തിന് അവർക്കൊരു പങ്ക് വഹിക്കാൻ കഴിയില്ലെന്നുമാണ് ഇസ്രായേൽ മന്ത്രിമാർ അവകാശപ്പെടുന്നത്. ഇന്ന് വൈകുന്നേരം വിഷയത്തിന് പ്രസ്താവന നടത്തുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിൽ അറിയിച്ചു. എന്നാൽ വിഷയം എന്താണെന്ന് വിശദമായി അന്വേഷിക്കും. നിലവിൽ ഇസ്രായേലിന്റെ പിടിവാശിയാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് സ്തംഭനാവസ്ഥ ഉണ്ടാക്കുന്നത്. എല്ലാ ബന്ദികളെയും നിരപരാധികം വിട്ടയക്കണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. അതേസമയം യുഎസിന്റെ ആക്രമണത്തിന് തിരിച്ചടിയാകുമെന്നും ഹൂതികൾ പ്രഖ്യാപിച്ചു. ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം അവസാനിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നവരെ പലസ്തീൻ ജനങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധ പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഹൂതി നിയന്ത്രണത്തിലുള്ള യമൻ സായുധ സേന അറിയിച്ചു. മാർച്ച് പകുതി മുതൽ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ യുഎസ് തുടർച്ചയായി വ്യോമാക്രമണം നടത്തി വരികയാണ്. എണ്ണ ശുദ്ധീകരണശാലകൾ, വിമാനത്താവളങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യമായിട്ടിരിക്കുന്നത്. ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ഹൂതി ആക്രമണങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ അതിശക്തമായ ആക്രമണങ്ങളാണ് നടത്തുന്നതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു.